അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹാജറാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു നാടൻ ചിക്കൻ ഫ്രൈ ആണ്. നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന പോലത്തെ നാടൻ ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട, ഇതിന് കൂടുതൽ മസാല ഒന്നും വേണ്ട. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണായതുകൊണ്ട് ഒരു 3 ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. സാധാരണ മുളക് പൊടി തന്നെയാണ്. വലിയ സ്പൂണാണെങ്കിൽ നിങ്ങൾ 1.5 സ്പൂൺ ഇട്ടാൽ മതി 1 കിലോ ചിക്കന്. ഞാനിതാ ചെറിയ സ്പൂണായതുകൊണ്ട് ഒരു 3 സ്പൂൺ ഇടുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവറോ മറ്റോ ഒന്നും ചേർക്കുന്നില്ല. വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ജീരകമാണ്. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇടാം. ഞാനിപ്പോൾ ജീരകം അങ്ങനെ ഇട്ടിട്ടുണ്ട്. ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് വെറും ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫ്രൈ ആണിത്. അപ്പോൾ ഇതാ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ 1 കിലോ ചിക്കന് ചെറിയ സ്പൂണിൽ ഒരു 2 സ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ നമ്മൾ ചിക്കൻ കഴുകിയ വെള്ളം ഉണ്ടാവുമല്ലോ, അത് ഊറ്റേണ്ട ആവശ്യമില്ല. കഴുകിയിട്ട് അങ്ങനെ വാരിയിട്ടിട്ട് ആ വെള്ളം തന്നെ മതിയാവും. അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ കഴുകിയ ചിക്കനിലുള്ള വെള്ളം മാത്രം മതിയാവും. നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കറണ്ട് അടുപ്പിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ആദ്യം തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒന്ന് പാത്രമെല്ലാം ചൂടായിട്ട് വരുന്ന സമയം കൊണ്ട് നമ്മൾ നന്നായി കുറച്ചിട്ട് ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാൻ. വലിയ തീയിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, വെള്ളം കുറവായതുകൊണ്ട്. ഉള്ള വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരണം. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കും. ഇതിപ്പോൾ നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഞാൻ സമയം നോക്കിയപ്പോൾ ഒരു 8 മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് വെള്ളമെല്ലാം വറ്റിയിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവയിലേക്ക് കുറേ എണ്ണ ഒന്നും വേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഫ്രൈ ആക്കുന്നത്. കബാബ് പോലെ ഒരുപാട് എണ്ണ ഒന്നും വേണ്ട. കബാബിനാകുമ്പോൾ കുറച്ച് ജാസ്തി എണ്ണ വേണം. ഇത് വെന്ത ഇറച്ചി ആയതുകൊണ്ട് കുറച്ച് എണ്ണ മതിയാവും. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.